PYQ ഹബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2017 നടന്ന കേരള PSC വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ ജനറൽ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ 5 മുതൽ 11 വരെ ഭാഗം പ്രതിപാദിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി പൗരത്വം. രണ്ടാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഉത്തരം ഓപ്ഷൻ സി 2010. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പ്രഥമ പൗരൻ. ഉത്തരം ഓപ്ഷൻ സി പ്രസിഡന്റ്. നാലാമത്തെ ചോദ്യം, രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്ന വർഷം. ഉത്തരം ഓപ്ഷൻ എ 1976. ആറാമത്തെ ചോദ്യം, സർക്കാരിൻ്റെ വരവ് ചിലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതമായ ഉദ്യോഗസ്ഥൻ. ഉത്തരം ഓപ്ഷൻ സി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഏഴാമത്തെ ചോദ്യം, അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട്. ഉത്തരം ഓപ്ഷൻ ഡി ഹേബിയസ് കോർപ്പസ്. എട്ടാമത്തെ ചോദ്യം, ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി. ഉത്തരം ഓപ്ഷൻ സി മജിസ്ട്രേറ്റ് കോടതി. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ബി 2005. പത്താമത്തെ ചോദ്യം, ലോക ഭൗമദിനം. ഉത്തരം ഓപ്ഷൻ ബി ഏപ്രിൽ 22. 11ാമത്തെ ചോദ്യം, കേരളത്തിൽ കോൾ നിലയം ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി തൃശ്ശൂർ. 12ാമത്തെ ചോദ്യം, കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം. ഉത്തരം ഓപ്ഷൻ ബി ചൂളന്നൂർ. ചൂളന്നൂരിലാണ് കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 13ാമത്തെ ചോദ്യം, ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ. ഉത്തരം ഓപ്ഷൻ ബി പശ്ചിമഘട്ടം. 14ാമത്തെ ചോദ്യം, പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം. ഉത്തരം ഓപ്ഷൻ സി 925 ചതുരശ്ര കിലോമീറ്റർ. 15ാമത്തെ ചോദ്യം, കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം. ഉത്തരം ഓപ്ഷൻ സി കോട്ടൂർ. കോട്ടൂരാണ് കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം. 16ാമത്തെ ചോദ്യം, കേരളത്തിലെ ശുദ്ധജല തടാകം. ഉത്തരം ഓപ്ഷൻ ബി ശാസ്താംകോട്ട തടാകം. 17ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഉത്തരം ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. 18ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ഉത്തരം ഓപ്ഷൻ എ കല്ലട. കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. 19ാമത്തെ ചോദ്യം, മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. ഉത്തരം ഓപ്ഷൻ ഡി ആന. ആനയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത്. 20ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത്. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്ത വർഷം. ഉത്തരം ഓപ്ഷൻ സി 2002. 21ാമത്തെ ചോദ്യം, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത്. ഉത്തരം ഓപ്ഷൻ എ 1940. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത്. ഉത്തരം ഓപ്ഷൻ എ 1940. 22ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി ശ്രീ ചിത്ര തിരുനാൾ. 23ാമത്തെ ചോദ്യം, വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. ഉത്തരം ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം. ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരം. 24ാമത്തെ ചോദ്യം, അയ്യങ്കാളിയുടെ ജന്മസ്ഥലം. ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരം. 25ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി തൃശ്ശൂർ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. 26ാമത്തെ ചോദ്യം, കുറിച്യ കലാപം നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ഡി 1812. കുറിച്യ കലാപം 1812 നടന്നത്. 27ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യ സമരം. ഉത്തരം ഓപ്ഷൻ സി ചമ്പാരൻ സമരം. 28ാമത്തെ ചോദ്യം, ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം. ഉത്തരം ഓപ്ഷൻ ബി റൂർക്കേല. റൂർക്കേലയാണ് ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം. 29ാമത്തെ ചോദ്യം, ISRO രൂപീകൃതമായത്. ഉത്തരം ഓപ്ഷൻ എ 1969. ISRO രൂപീകൃതമായത്. ഉത്തരം ഓപ്ഷൻ എ 1969.
30-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം. ഉത്തരം ഓപ്ഷൻ സി ചാന്ദ്രയാൻ. ചാന്ദ്രയാനാണ് ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം. 31-ാമത്തെ ചോദ്യം, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. 32-ാമത്തെ ചോദ്യം, ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ഫസൽ അലി. 33-ാമത്തെ ചോദ്യം, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയാക്കിയ സംഭവം. ഉത്തരം ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം. 34-ാമത്തെ ചോദ്യം, രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം. ഉത്തരം ഓപ്ഷൻ എ ചിന്നാർ വന്യജീവി സങ്കേതം. 35-ാമത്തെ ചോദ്യം, ലോക ജലദിനം. ഉത്തരം ഓപ്ഷൻ എ മാർച്ച് 22. 36-ാമത്തെ ചോദ്യം, 2016 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ. ഉത്തരം ഓപ്ഷൻ ബി ചിലി. 37-ാമത്തെ ചോദ്യം, സച്ചിൻ ടെണ്ടുൽക്കറിന് അർജുന അവാർഡ് നേടിയ വർഷം. ഉത്തരം ഓപ്ഷൻ എ 1994. 38-ാമത്തെ ചോദ്യം, 2018 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി. ഉത്തരം ഓപ്ഷൻ ബി റഷ്യ. 39-ാമത്തെ ചോദ്യം, ട്രയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ ജേതാവായ PV സിന്ധു ലോക റാങ്കിങ്ങിൽ എത്രാമതാണ്? ഈ ഒരു സമയത്ത് 2ാം റാങ്കായിരുന്നു. 40-ാമത്തെ ചോദ്യം, കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? ഉത്തരം ഓപ്ഷൻ എ കർണാടക തമിഴ്നാട്. കർണാടക തമിഴ്നാട് തമ്മിലാണ് കാവേരി നദീജല തർക്കം നടക്കുന്നത്. 41-ാമത്തെ ചോദ്യം, 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഉത്തരം ഓപ്ഷൻ ഡി ലാൽ ബഹദൂർ ശാസ്ത്രി. 42-ാമത്തെ ചോദ്യം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം. 43-ാമത്തെ ചോദ്യം, ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി സിയാച്ചിൻ. ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി സിയാച്ചിൻ. 44-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ. ഉത്തരം ഓപ്ഷൻ സി തമിഴ്. തമിഴാണ് ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ. 45-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ മഹാരാഷ്ട്ര. 46-ാമത്തെ ചോദ്യം, നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ബി നീലഗിരി. നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ബി നീലഗിരി. 47-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ബാരൻ ദ്വീപ്. ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ബാരൻ ദ്വീപിലാണ്. 48-ാമത്തെ ചോദ്യം, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഉത്തരം ഓപ്ഷൻ ബി ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. 49-ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി. ഉത്തരം ഓപ്ഷൻ എ ഗംഗ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗ. 50-ാമത്തെ ചോദ്യം, ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? ഉത്തരം ഓപ്ഷൻ സി സത്ലജ്. സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. 51-ാമത്തെ ചോദ്യം, ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ സി സാങ്പോ. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ സി സാങ്പോ. 52-ാമത്തെ ചോദ്യം, ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ സി കാവേരി. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ സി കാവേരി. 53-ാമത്തെ ചോദ്യം, പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ശരാവതി. പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ശരാവതി. 54-ാമത്തെ ചോദ്യം, ഹിരാക്കുഡ് നദീ തട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ ബി ഒഡീഷ. ഒഡീഷയിലാണ് ഹിരാക്കുഡ് നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. 55-ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാവികസേനാ ദിനം. ഉത്തരം ഓപ്ഷൻ സി ഡിസംബർ 4. ഇന്ത്യൻ നാവികസേനാ ദിനം. ഉത്തരം ഓപ്ഷൻ സി ഡിസംബർ 4. 56-ാമത്തെ ചോദ്യം, ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരം. 57-ാമത്തെ ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ. ഉത്തരം ഓപ്ഷൻ ഡി പൃഥ്വി. പൃഥ്വിയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ. 58-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്?
ഉത്തരം ഓപ്ഷൻ ബി അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക